NDRF രാവിലെ മുതൽ നാട്ടുകാർ ഇന്ന് വന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 11 ദിവസമായി ഇദ്ദേഹം ഇവിടെയുണ്ട്. मेरा नाम लोकनाथ पंडित सर, आंध्र प्रदेश का है। हम NDRF 4th NDRF अरकानम है, अरकानम से आया है। लगातार हम 11 दिन हो गया सर्च कर रहे हैं। पहले हम JCB से पूरा जितना भी उखड़ के पूरा सर्च किया, इसके बाद वो 4-5 दिन किया। इसके बाद हम कैडावर डाग आया, डाग से सर्च भी करवाया। कुछ डेड बॉडी फुट का पार्ट मिला, कुछ डेड पार्ट मिला। इसके बाद हम क्या कर रहे हैं, डेड क्रेन भी हो गया, डाग भी हो गया, और कुछ मिलेगा, और कुछ डेड बॉडी मिलेगा बोल के हम മാനുവലി സെർച്ച് कर रहे हैं। ഒരു 11 ദിവസമായി ഇവിടെയുണ്ട്. ഈ തിരയുമ്പോൾ ഒരു കഷണം കിട്ടുമ്പോൾ കൂടുതൽ ആദ്യം ഓരോരുത്തരെയായി സ്കൂളിൻ്റെ അവിടെയാണ് അവർ ആദ്യം തെരച്ചിൽ നടത്തിയത്. മൃതദേഹങ്ങൾ ഓരോന്നോരോന്നായി കണ്ടെടുത്തതിൻ്റെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. സ്കൂളിൻ്റെ അവിടെ ആയിരുന്നു ഈ संगम ഉണ്ടായത്. देश के बहुत ज्यादा जगहों में हम पहले मुंडकाई में सर्च किया, मुंडकाई से फिर नीचे आया वेल्लमरम, इसके बाद कौन सी चोरनमलाई एरिया धीरे करके आ रहे सर, और उसके ऊपर भी गया। मुंडकाई के ऊपर के गांव नाम या मेरे याद नहीं, उंजरी मट्टम, वहाँ भी सर्च किया। सर्च करके हमारे से पहले एक टीम आया, जैसे आर्मी वाले ब्रिज बनाया, उससे पहले NDRF में आके इस तरफ जो चोरनमल स्कूल है, स्कूल का बाहर पेड़ का पास 10-15 आदमी था। हमारा आदमी जाके रोप रेस्क्यू करके आदमी को लेके आया। इसके बाद आर्मी आया, हमारा एडवांस टीम पहले से आके रुका, वो PPT टीम वो अनलॉक आके करवाया। ഈ ഇതുപോലുള്ള ഇവർ തുടക്കം തൊട്ട് ഈ 11 ദിവസവും ഇവരിവിടെയുണ്ട്. ഇന്ന് ഈ വീട്ടിലേക്ക് തെരച്ചിൽ നടത്താൻ വരുമ്പോൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് തിരഞ്ഞ് നാട്ടുകാർ കടന്നെത്താനുള്ള വഴിയൊരുക്കിയത് ഇവരൊക്കെയാണ്. ഈ വീടുകൾ നമുക്ക് കാണാം, ഈ തെല്ല് തീരെ തകർന്ന് കിടക്കുന്ന വീടുകൾ കാണാം. ഷിയാവ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ 105 വീടുകളാണ് ഇവിടെ പോയത്. ഈ 105 വീടുകളിലും ഏറ്റവും മനസ്സമാധാനത്തോടുകൂടി കഴിഞ്ഞ് പോന്ന ആളുകൾ ആര്യ നമുക്ക് കാണാം. തൊട്ട് മുന്നിലുള്ള വീടുകൾ, അതിൻ്റെ ഇതിൽ കൂടുതലൊന്നും എന്താണ് സംഭവിച്ചത് എന്നതിന് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ കടന്നു പോകുന്ന വഴികളിൽ ഇത്രയും ഈ മുകളിൽ നിന്ന് 105 വീടുകൾ എന്ന് പറഞ്ഞാൽ അതാണ്. ഇരു കരയിലുമായി അടിച്ച് തകർത്ത് കടന്നുപോയപ്പോൾ ഒരു മുറിയോളം വലിപ്പത്തിലുള്ള കല്ലുകളാണ് വന്ന് പതിച്ചു കിടക്കുന്നത്. ആ കല്ലുകൾ നീക്കി ഇനി ആദ്യം ചോദിച്ച ചോദ്യമുണ്ടല്ലോ, എത്ര വേഗത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ സൃഷ്ടിക്കും എന്നൊരു ചോദ്യം. തീർച്ചയായും നമ്മുടെ അനുഭവങ്ങളിൽ അത്തരം പുനഃസൃഷ്ടി അധികം കാര്യക്ഷമമായി നടക്കാറില്ല. ഇത്തവണ അതിനൊരു മാറ്റം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം താൽക്കാലികമായി ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറുന്നവരുടെ, വാടക വീടുകളിലേക്ക് മാറുന്നവരുടെ വാടക ഒരു വർഷത്തേക്ക്, അക്കാര്യങ്ങളിലൊന്നും ആശങ്ക വേണ്ട എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. പുത്തുമലയുടെ അനുഭവം പക്ഷേ ദുരനുഭവമാണ്. ആദ്യത്തെ ഘട്ടത്തിന് ശേഷം സർക്കാർ ഒരു ഉത്തരവിറക്കുക മാത്രമാണ് അന്ന് ചെയ്തത്. അത് പഞ്ചായത്ത് ഇത് നൽകട്ടെ, വാടക പഞ്ചായത്ത് നൽകും എന്ന് പറയുന്ന വിധത്തിൽ ഒരു ഉത്തരവിറക്കുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം പക്ഷെ പഞ്ചായത്തിന് അത് നടത്താനാവാതെ പോവുകയും മാസങ്ങളോളം അവരെല്ലാവരും ആ ക്യാമ്പിലുള്ളവരൊക്കെ ശരിക്കും നരകിക്കുകയും ചെയ്ത കാര്യം. വീട് എവിടെയായിരുന്നു?